സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിസഷൻ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നത് എന്താ? ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുള്ള സമയം തന്നെയല്ലേ? അതെ അതെ. ബിസിനസ്സുകൾ പൂട്ടുന്നു, കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി പോകുന്നു, അങ്ങനെ എല്ലാവരും തകർന്നടിയുന്ന ഒരു പേടിപ്പെടുത്തുന്ന സമയമാണ്. ഉറപ്പായും. പക്ഷേ നമ്മൾ ഈ കാണുന്ന കണക്കുകൾക്ക് പുറകില് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു ശരാശരി മാന്ദ്യകാലത്ത് ഒരു 17% കമ്പനികൾ പാപ്പരാകുമ്പോൾ വെറും 9% കമ്പനികള് ഈ പ്രതിസന്ധിയെ കേവലം അതിജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവർ മാന്ദ്യം കഴിയുമ്പോഴേക്കും തങ്ങളുടെ എതിരാളികളെക്കാൾ 10% കൂടുതൽ വളർച്ച നേടുകയും ചെയ്യുന്നു. വൗ, അതൊരു വലിയ വ്യത്യാസമാണല്ലോ. അതെ. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, എല്ലാവരും തകർന്നടിയുന്ന അതേ ഒരു സാഹചര്യത്തിൽ ഈ 9% മാത്രം എങ്ങനെയാണ് വലിയ വിജയങ്ങൾ നേടുന്നത്? അവരെന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? അതാണ് ഇന്നത്തെ ഈ ഡീപ് ഡൈവിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. തീർച്ചയായും. ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിന്റെ ഹൗ ടു സർവൈവ് എ റിസഷൻ ആൻഡ് ത്രൈവ് ആഫ്റ്റർവേർഡ് എന്നൊരു കിടിലൻ പഠനരേഖയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇത് വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല, സ്വന്തമായി ബിസിനസ് നടത്തുന്ന നിങ്ങൾക്കും അതുപോലെ കരിയർ പടുത്തുയർത്തുന്ന നിങ്ങൾക്കുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ 9% കമ്പനികൾ എന്താ വ്യത്യസ്തമായി ചെയ്യുന്നതെന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. മുൻകൂർ തയ്യാറെടുപ്പ്. അതായത് മുൻകൂട്ടി കാര്യങ്ങൾ കാണുക അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇപ്പോ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ മെയ്ഡാർഡ് കെയ്ൻസ് പറഞ്ഞിട്ടുള്ള ആനിമൽ സ്പിരിറ്റ്സ് എന്നൊരു കാര്യമുണ്ട്. ആനിമൽ സ്പിരിറ്റ്സ്. അതായത് സാമ്പത്തിക രംഗമെന്ന് പറയുന്നത് വെറും അക്കങ്ങളുടെ മാത്രം കളിയല്ല, അതൊരു മാനസികാവസ്ഥ കൂടിയാണ്. ഇപ്പോൾ നാളെ സമ്പദ് വ്യവസ്ഥ തകരാൻ പോകുന്നു എന്നൊരു വാർത്ത കേട്ടാൽ തന്നെ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ പണം ചെലവാക്കുന്നത് കുറയ്ക്കും, അല്ലേ? അതെ, നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കും. നമ്മൾ പണം ചെലവാക്കാതിരിക്കുമ്പോൾ ബിസിനസ്സുകൾക്ക് വരുമാനം കുറയും. അപ്പോൾ അവർ പുതിയ ആളുകളെ ജോലിക്കെടുക്കുന്നത് നിർത്തും. അതൊരു ചെയിൻ റിയാക്ഷനായി മാറും. അതെ, അതൊരു വിഷമവൃത്തമായി മാറി അവസാനം യഥാർത്ഥത്തിൽ തന്നെ വലിയൊരു തകർച്ചയിലേക്ക് അതെത്തും. അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ഭൂരിഭാഗം കമ്പനികളും പെട്ടെന്ന് പേടിച്ചിട്ട് ചിലവുകൾ വെട്ടിച്ചുരുക്കി ഒരു സർവൈവൽ മോഡിലേക്ക് പോകും. പക്ഷേ ഈ പഠനം വളരെ വ്യക്തമായി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, വിജയിക്കുന്ന ഈ 9% പ്രതിസന്ധി വന്നതിന് ശേഷമല്ല ഇതൊക്കെ ചെയ്യുന്നത്. അവർ നേരത്തെ തന്നെ, അതായത് കടബാധ്യത, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ ജീവനക്കാരുടെ കാര്യങ്ങൾ, പിന്നെ ടെക്നോളജി, ഈ 4 മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാമല്ലേ? കടബാധ്യത അല്ലെങ്കിൽ ഡെപ്റ്റ് മാനേജ്മെന്റ്. ഒരു മാന്ദ്യത്തെ നേരിടണമെങ്കിൽ ആദ്യം വേണ്ടത് കമ്പനി പൂട്ടാതിരിക്കുക എന്നതാണ്. അതിന് കയ്യിൽ ക്യാഷ് ഫ്ലോ വേണം. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയൊരു കാര്യമുണ്ട്. ആമസോണിന്റെ ഒരു ഉദാഹരണം. അത് വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ്. അതെ, അതായത് 2000-ൽ അമേരിക്കയിൽ ഈ .com ബബിൾ പൊട്ടുന്നതിന് കൃത്യം 1 മാസം മുൻപാണ് ആമസോൺ $672 ദശലക്ഷം ഫണ്ട് റൈസ് ചെയ്തത്. ഒരൊറ്റ മാസം മുൻപ്. ശരിക്കും ഒരു കൊടുങ്കാട്ടടിക്കുന്നതിന് തൊട്ടുമുൻപ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വാങ്ങിവെക്കുന്നത് പോലെയാണത്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആ പണം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ആമസോൺ ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നു മാത്രമല്ല, എതിരാളികൾ പലരും പണമില്ലാതെ പൂട്ടിപ്പോയ അതേ സമയത്താണ് അവർ ഈ ആമസോൺ മാർക്കറ്റ് പ്ലേസ് എന്നൊരു സാധനം തന്നെ തുടങ്ങുന്നത്. അതെ, ആമസോൺ അവിടെ വെറുതെ സർവൈവ് ചെയ്യുകയല്ല ചെയ്തത്. അവർക്ക് പണമുണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോൾ ഉയർന്ന കടബാധ്യത എങ്ങനെയാണ് ഒരു കമ്പനിയെ തകർക്കുന്നതെന്ന് നോക്കിയാൽ വളരെ വ്യക്തമാണ്. മാന്ദ്യം വരുമ്പോൾ കമ്പനിയുടെ വരുമാനം ഒരു 30-40% കുറയും. പക്ഷേ ബാങ്കിൽ കൊടുക്കേണ്ട പലിശ കുറയുന്നില്ലല്ലോ. അതെല്ലാ മാസവും കൊടുക്കണം. അപ്പോ കിട്ടുന്ന കുറഞ്ഞ വരുമാനം മുഴുവൻ ഈ കടം തിരിച്ചടയ്ക്കാൻ പോകും. പിന്നെ അവർക്ക് ഡെയിലി കാര്യങ്ങൾ നടത്താൻ കാശില്ലാതെ വരുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരും. പക്ഷേ എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. നമ്മളിപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കടമെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ലോൺ എടുത്തിട്ടല്ലേ കമ്പനികൾ വളരുന്നത്. പൂർണ്ണമായും കടമില്ലാത്ത ബിസിനസ്സുകൾ കുറവല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബിസിനസ് വളരാൻ കടം ആവശ്യമാണ്. നമ്മളിവിടെ പറയുന്നത് മാന്ദ്യകാലത്തെ ഡിലിവറേജിംഗ് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, ഡിലിവറേജിംഗ്. അതായത് മാന്ദ്യം വരുന്നുണ്ടെന്ന് മുൻകൂട്ടി കണ്ടാൽ കമ്പനിക്ക് അത്യാവശ്യമില്ലാത്ത നോൺ കോർ ആസ്തികളൊക്കെ നേരത്തെ തന്നെ വിറ്റ് കടം ഗണ്യമായി കുറയ്ക്കുക. പഠനത്തിലെ കണക്കുകൾ നോക്കിയാൽ മുൻകൂട്ടി ഡീലിവറേജ് ചെയ്ത കമ്പനികളുടെ ഡെപ്റ്റ് ടു ആസറ്റ് റേഷ്യോ വെറും 19%. എന്നാൽ കടം കൂട്ടി മുന്നോട്ടു പോയ കമ്പനികളുടേതോ?
അവരുടേത് 38% മുകളിലായിരുന്നു. പിന്നെ വേറൊരു കാര്യം, മാന്ദ്യം വരുമ്പോൾ ബാങ്കുകൾ ആർക്കും ലോൺ കൊടുക്കില്ല. പക്ഷേ ഈ പ്രൈവറ്റ് ഇക്വിറ്റി പോലെയുള്ളവരുടെ സപ്പോർട്ടുള്ള കമ്പനികൾ പെട്ടെന്ന് വളരും. അതായത് അവർക്ക് ബാങ്കുകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അതെ, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകൾ അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഈ സമയത്ത് കമ്പനികളിലേക്ക് മൂലധനം ഒഴുക്കും. അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ പണം കണ്ടെത്താനുള്ള വഴികൾ അവർ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ പണത്തിന്റെ കാര്യം നമ്മൾ സെറ്റാക്കി. ഇനി പണം മാത്രം പോരല്ലോ. പ്രതിസന്ധി സമയത്ത് ആര് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡീസെൻട്രലൈസേഷൻ. തീർച്ചയായും. എനിക്കിതിനൊരു ഉപമയിലൂടെ പറയാനും ഇഷ്ടം. ഇപ്പോൾ ഒരു വലിയ കപ്പല് നടുക്കടലിൽ കൊടുങ്കാറ്റിൽ പെടുമ്പോൾ ഏറ്റവും താഴെയുള്ള എഞ്ചിൻ റൂമിലിരുന്ന് പുറം ലോകം കാണാത്ത ക്യാപ്റ്റൻ മാത്രം എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതാണോ നല്ലത്? അതോ തിരമാലകളെ നേരിട്ട് കാണുന്ന ഡെക്കിലെ നാവികർക്കും തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണോ ബുദ്ധി? ഉപമ വളരെ കൃത്യമാണ്. ഇവിടെ ആ ക്യാപ്റ്റന് കഴിവില്ലാഞ്ഞിട്ടല്ല. ക്യാപ്റ്റൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. പക്ഷെ അദ്ദേഹം ഇരിക്കുന്നത് ഒരു അടഞ്ഞ മുറിയിലാണല്ലോ. അതെ അതെ. പുറത്തെ കാറ്റിന്റെ ഗതി മാറുന്നത് ആദ്യം അറിയുന്നത് ആ ഡെക്കിൽ നിൽക്കുന്ന നാവികരാണ്. ഈ ഹാർവർഡ് ബിസിനസ് സ്കൂളിലെ റഫേല സാഡുവിന്റെ ഗവേഷണവും ഇത് തന്നെയാണ് പറയുന്നത്. മാന്ദ്യം എന്ന് പറയുന്നത് ഭയങ്കര അനിശ്ചിതത്വമുള്ള സമയമാണ്. കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ മാറും. അപ്പോ ഭയങ്കര സെൻട്രലൈസ്ഡ് ആയ, അതായത് മുകളിൽ നിന്ന് മാത്രം തീരുമാനങ്ങൾ വരുന്ന ഒരു കമ്പനിയാണെങ്കിൽ എന്താ കുഴപ്പംന്ന് വെച്ചാൽ, താഴെ മാർക്കറ്റിലൊരു മാറ്റം വന്നാൽ അത് മുകളിൽ സിഇഒ അറിഞ്ഞ് അവര് ചർച്ച ചെയ്ത് ഒരു തീരുമാനം താഴേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, സമയം പോയി കാണും. അതെ, വൈകിപ്പോകും. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് ആയ കമ്പനികളിൽ ഈ പ്രാദേശിക വിവരങ്ങൾക്ക്, അതായത് ലോക്കൽ ഇൻഫർമേഷന് വലിയ വിലയുണ്ട്. എന്നുവെച്ചാൽ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. കൃത്യമായി ഒരു പ്രോഡക്റ്റിന്റെ വില കുറയ്ക്കണോ ഡിസ്കൗണ്ട് കൊടുക്കണോ എന്ന് തീരുമാനിക്കാൻ ഹെഡ് ഓഫീസിലേക്ക് വിളിക്കേണ്ട കാര്യമില്ല. അവിടെ നിൽക്കുന്ന മാനേജർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാം. മാന്ദ്യകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇങ്ങനെ താഴെത്തട്ടിലുള്ളവർക്ക് പവർ കൊടുത്ത കമ്പനികളാണ്. അപ്പോ എനിക്കൊരു വലിയ സംശയം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ അറിവും അവരുടെ തീരുമാനങ്ങളും ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാന്ദ്യം വരുമ്പോൾ കമ്പനികൾ ആദ്യം തന്നെ ഇവരെ പിടിച്ച് ലേ ഓഫ് ചെയ്യുന്നത്? കോസ്റ്റ് കട്ടിംഗ് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകളെയല്ലേ പിരിച്ചുവിടുന്നത്? ഇത് ശരിക്കൊരു വിഡ്ഢിത്തമല്ലേ? വളരെ നല്ലൊരു പോയിന്റാണത്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ആളുകളെ പിരിച്ചുവിടുന്നത് അക്കൗണ്ട് ബുക്കിലെ വലിയൊരു ലാഭമായി തോന്നും. ശമ്പളം കൊടുക്കണ്ടല്ലോ. ശരിയാണ്. എന്നാൽ ഇതൊരു വലിയ അബദ്ധമാണ്. മാന്ദ്യത്തെ അതിജീവിച്ച നല്ല കമ്പനികൾ ഒരിക്കലും കൂട്ടത്തോടെ പിരിച്ചുവിടലുകൾ നടത്തിയിട്ടില്ല. കാരണം ഒരാളെ പുറത്താക്കുമ്പോൾ വെറും ഒരാളെയല്ല, അയാൾക്ക് കമ്പനിയെക്കുറിച്ചുള്ള അറിവും അനുഭവസമ്പത്തുമാണ് നഷ്ടപ്പെടുന്നത്. ഇതിന് ആ ഹണിവെൽ കമ്പനിയുടെ ഉദാഹരണം തന്നെ എടുക്കാലോ. ഈ പഠനത്തിൽ പറയുന്നതനുസരിച്ച് 2000-ലെ മാന്ദ്യത്തിൽ ഹണിവെൽ അവരുടെ 20% ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ശരിയായപ്പോൾ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടു. എന്നാൽ 2008-ലെ വലിയ മാന്ദ്യം വന്നപ്പോൾ അവർ പഴയ അബദ്ധം ആവർത്തിച്ചില്ല. അന്ന് അവരാരെയും പിരിച്ചുവിട്ടില്ല. പകരം ഈ ഫർലോസ് എന്ന് പറയുന്ന ശമ്പളമില്ലാത്ത അവധി നൽകി. അതെ, ജോലി സമയം വെട്ടിക്കുറച്ചു. അതുവഴി അവർ സംരക്ഷിച്ചത് 20,000 ജോലികളാണ്. 2008-ലേത് വളരെ വലിയൊരു തകർച്ചയായിരുന്നിട്ട് കൂടി അവരതിൽ നിന്ന് കൂടുതൽ ശക്തമായിട്ടാണ് പുറത്തുവന്നത്. ഹണിവെൽ ഉദാഹരണം വളരെ മികച്ച ഒന്നാണ്. ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ജീവനക്കാരുടെ കോൺഫിഡൻസ് പോകും. അതുമാത്രമല്ല, മാർക്കറ്റ് വീണ്ടും പച്ചപിടിക്കുമ്പോൾ പഴയ ഉൽപ്പാദനത്തിലേക്ക് വരാൻ പുതിയ ആളുകളെ എടുക്കേണ്ടി വരും. അത് വലിയൊരു ചെലവല്ലേ? വളരെ വലിയ ചെലവാണ്. പുതിയൊരാളെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് കമ്പനിയുടെ രീതി പഠിപ്പിച്ചെടുക്കാൻ വൻ തുക വേണം. അവിടെയാണ് ഈ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിലെ ഷോർട്ട് ടൈം വർക്ക് പദ്ധതികൾ വർക്കാകുന്നത്. അതെന്താണ് ഈ ഷോർട്ട് ടൈം വർക്ക്? ഫ്രാൻസിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 5 പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് പകരം ആ 5 പേർക്കും ജോലി സമയം 20% വീതം കുറച്ചുകൊടുത്തു. അപ്പോ എല്ലാവർക്കും ജോലിയുണ്ടാവും. അതെ, സാങ്കേതികമായി നോക്കിയാൽ 5 പേർ സമയം പങ്കിട്ടപ്പോൾ അവിടെ ഒരാളുടെ ജോലി സംരക്ഷിക്കപ്പെട്ടു. ആ കുറഞ്ഞ സമയത്തെ ശമ്പളത്തിന്റെ ഒരു ഭാഗം സർക്കാർ സബ്സിഡിയായി കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാവർക്കും ലാഭമായിരുന്നു. അപ്പോൾ ഇതൊരു സോഷ്യൽ സർവീസൊന്നുമല്ല അല്ലേ? പക്ക ബിസിനസ് തന്ത്രമാണ്. അതായത് പുതിയ ആളെ എടുക്കാനുള്ള വലിയ ചെലവ് ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു ബുദ്ധിപരമായ നീക്കം.
ഇപ്പോൾ ഈ പെർഫോമൻസ് പേ വർദ്ധിപ്പിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണോ? തീർച്ചയായും. അമേരിക്കൻ കമ്പനികളൊക്കെ മാന്ദ്യകാലത്ത് ഫിക്സഡ് സാലറി കുറച്ചിട്ട് ഉൽപ്പാദനക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള ശമ്പളം, അതായത് പെർഫോമൻസ് പേ, വലിയ തോതിൽ കൂട്ടി. എന്നുവെച്ചാൽ കമ്പനിക്ക് ലാഭം വരുമ്പോൾ ജീവനക്കാർക്ക് കൂടുതൽ പണം കിട്ടും. അതെ. അതോടെ കമ്പനിയുടെ ലക്ഷ്യങ്ങളും ജീവനക്കാരുടെ താൽപ്പര്യങ്ങളും ഒന്നായി മാറി. കമ്പനിയുടെ നിലനിൽപ്പ് സ്വന്തം നിലനിൽപ്പാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലാകുമ്പോൾ അവർ കൂടുതൽ കഷ്ടപ്പെട്ട് ഒരുമിച്ച് ആ പ്രതിസന്ധിയെ നേരിടും. അത് ഭയങ്കര ക്ലിയറാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതിലെ ഏറ്റവും നിർണായകമായ 4ാമത്തെ പോയിന്റിനെക്കുറിച്ചാണ്. സാങ്കേതികവിദ്യയിലെ നിക്ഷേപം, അതായത് IT ഇൻവെസ്റ്റ്മെന്റ്. സത്യം പറയാമല്ലോ, ഇതുവരെ പറഞ്ഞതൊക്കെ എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഒട്ടും ദഹിക്കുന്നില്ല. എന്താണ് സംശയം? അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് മാന്ദ്യം വരുമ്പോൾ കടം കുറയ്ക്കണമെന്നാണ്. പിന്നെ ലേ ഓഫ് ചെയ്യാതെ ചിലവുകൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് പോകാതെ നോക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി പുതിയ ടെക്നോളജിയും സോഫ്റ്റ്വെയറുകളും വാങ്ങണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? വരുമാനം ഇടിഞ്ഞു നിൽക്കുമ്പോൾ ഇത്രയും വലിയ തുക ചിലവാക്കുന്നത് ശരിക്കും ഒരു സാമ്പത്തിക ആത്മഹത്യയല്ലേ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന ആശയം മനസ്സിലാക്കേണ്ടത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? അതെ. ഇപ്പോ ഒരു ബിസിനസ് വളരെ ലാഭകരമായി നടക്കുന്ന സമയമാണെന്ന് വെക്കുക. ആ സമയത്ത് ഉൽപ്പാദനം നിർത്തിവെച്ച് പുതിയൊരു ഡിജിറ്റൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ്. കാരണം ആ ദിവസങ്ങളിലെ ബിസിനസ് പോകും. അതെ. സിസ്റ്റം മാറ്റുന്ന ആ ദിവസങ്ങളിൽ കമ്പനിക്ക് കിട്ടേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുന്നത്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്നാൽ ഒരു മാന്ദ്യകാലത്ത് എന്താ അവസ്ഥ? ഓർഡറുകൾ കുറവാണ്, മെഷീനുകളൊക്കെ പകുതി സമയവും വെറുതെ കിടക്കുകയാണ്. ആഹാ, അപ്പോൾ അതൊരു ഫ്രീ ടൈം പോലെയാണല്ലേ? ഇപ്പൊ തിരക്കില്ലാത്തൊരു ഓഫ് സീസണില് ഒരു റെസ്റ്റോറന്റുകാരൻ കട അടച്ചിട്ട് പെയിന്റ് അടിക്കുന്നതും ഇന്റീരിയർ മാറ്റുന്നതും പോലെയുള്ള പരിപാടി. ഏതാണ്ട് അതുപോലെ തന്നെ. പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടിതില്. മാന്ദ്യകാലത്ത് സാങ്കേതിക വിദ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കമ്പനിയുടെ ഡെയിലി പ്രവർത്തനങ്ങളെ അധികം ബാധിക്കുന്നില്ല. വളരെ ചിലവു കുറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ IT എന്ന് പറയുന്നത് വെറുമൊരു കമ്പ്യൂട്ടർ മാത്രമല്ല, കമ്പനിയുടെ നാഡീവ്യൂഹമാണ്. കണ്ണുകെട്ടി വണ്ടി ഓടിക്കുന്നതിന് പകരം കൃത്യമായ ഡേറ്റ വെച്ച് എവിടെ ചിലവ് കുറയ്ക്കണം എന്നവർക്ക് തീരുമാനിക്കാൻ പറ്റും. കമ്പനിക്കുള്ളിൽ എന്താ നടക്കുന്നതെന്ന് കൃത്യമായി അറിയാനും എഫിഷ്യൻസി കൂട്ടാനും ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ സഹായിക്കും. മാന്ദ്യകാലത്ത് കണ്ണുമടച്ച് ചിലവ് ചുരുക്കുന്നതിന് പകരം എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഈ 9% കമ്പനികൾ വളരെ കൃത്യമായി കണ്ടെത്തുന്നു. എന്നുവെച്ചാൽ അവർ കൂടുതൽ ചടുലമായി മാറുന്നു. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ഒരു സാമ്പത്തിക മാന്ദ്യം എന്നത് നമ്മൾ കേവലം ഒളിച്ചിരുന്ന് അതിജീവിക്കേണ്ട ഒരു പേടിസ്വപ്നമല്ല, മറിച്ച് കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സുവർണ അവസരമാണ്. അതെ. നേരത്തെ തന്നെ കടങ്ങൾ തീർക്കുക, താഴെത്തട്ടിലുള്ളവർക്ക് തീരുമാനമെടുക്കാൻ പവർ കൊടുക്കുക, എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തുക, പിന്നെ പുതിയ ടെക്നോളജിയിൽ നിക്ഷേപിക്കുക. 100% ശരിയാണ്. ഈ പഠനം അടിസ്ഥാനപരമായി നമ്മോട് പറയുന്നത് സാമ്പത്തിക മാന്ദ്യം എന്നത് യഥാർത്ഥത്തിൽ ഒരു ചേഞ്ച് മാനേജ്മെന്റ് പ്രക്രിയയാണെന്നാണ്. കൊടുങ്കാറ്റ് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ നോക്കുന്ന വലിയ മരങ്ങൾ ചിലപ്പോൾ കടപുഴകി വീഴും. എന്നാൽ കാറ്റിനനുസരിച്ച് വളയാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും കഴിയുന്നവരാണ് അത് കഴിഞ്ഞാൽ കൂടുതൽ കരുത്തരായി മാറുന്നത്. ശരിയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു വലിയ ബിസിനസ് നടത്തുന്ന ആളാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ ടീമിനെ നയിക്കുന്നവരാകാം, അതും അല്ലെങ്കിൽ സ്വന്തം കരിയർ സെറ്റാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകാം. ഈ തത്വങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കാവുന്നതേയുള്ളൂ. തീർച്ചയായും. പ്രതിസന്ധികൾ വരുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കടങ്ങൾ കുറയ്ക്കുക. നിങ്ങളുടെ ടീമിലുള്ള മറ്റുള്ളവർക്കും അഭിപ്രായങ്ങൾ പറയാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം കൊടുക്കുക. കഴിവുള്ളവരെ എപ്പോഴും ചേർത്തു പിടിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി, എല്ലാവരും ഭയന്നു നിൽക്കുന്ന സമയത്ത് പുതിയ സ്കില്ലുകൾ പഠിക്കാനും ടെക്നോളജികൾ മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാവുക. അതെ, അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഇനി ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യങ്ങൾ വരുമ്പോൾ കമ്പനികളുടെ ഡിജിറ്റൽ മാറ്റങ്ങൾ വളരെ വേഗത്തിലാകുന്നു എന്ന് നമ്മൾ കണ്ടു. പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നവർ അതിവേഗം മുന്നേറുന്നു. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഓരോ പുതിയ പ്രതിസന്ധികളും
തയ്യാറെടുപ്പുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഒരിക്കലും നികത്താനാവാത്ത വിധം വർദ്ധിപ്പിക്കുമോ? അതായത് തയ്യാറെടുപ്പില്ലാത്തവർ വെറുതെ പിന്നിലായി പോകുകയല്ല, മറിച്ച് അവർ പൂർണ്ണമായും ഇല്ലാതാകുന്ന, തയ്യാറെടുപ്പുള്ളവർ മാത്രം അതിജീവിക്കുന്ന ഒരു ഭയപ്പെടുത്തുന്ന ലോകത്തേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചോദ്യം നിങ്ങളുടെ സ്വന്തം ചിന്തയ്ക്കായി വിട്ടുതരുന്നു. കൂടുതൽ രസകരമായ മറ്റൊരു ഡീപ് ഡൈവുമായി നമുക്ക് വീണ്ടും കാണാം.